ആമാശയത്തിന് അസുഖം വന്നുകൊണ്ട് മരിച്ച ആളുകൾ ഷഹീദിന്റെ പ്രതിഫലമുള്ളവരാണ് എന്ന് റിയാദ് സ്വാലിഹിലെ ഹദീസാണ്. അദ്ദേഹം പറഞ്ഞത് ക്യാൻസർ എങ്ങനത്തെ ക്യാൻസർ ഉണ്ടായാലും ലാസ്റ്റ് അതിന്റെ എഫക്റ്റ് എത്തുന്നത് എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുകൊണ്ട് അംറാദുൽ ബുതൂൻ ഈ അസുഖത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അതിലേറ്റവും റിസർച്ചായിട്ട് കയറിപ്പോയിട്ടുള്ള അദ്ദേഹം നമ്മളോട് വിശദീകരിക്കുമ്പോൾ അത് വന്ന ആളുകളെ ഒരിക്കലും നമ്മൾ അങ്ങനെ എന്താക്കരുത്, ചിന്തിക്കരുത്. അതൊരു നന്മയുടെ അസുഖമായിട്ട് നമ്മൾ കാണണം. ശരി, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത്, നമുക്ക് ചിലപ്പോൾ നമ്മുടെ അശ്രദ്ധ കൊണ്ടും ഈ കാര്യങ്ങൾ ഉണ്ടാകാം. അശ്രദ്ധ കൊണ്ട് നമ്മുടെ ഹെൽത്ത്, പ്രത്യേകിച്ച് നിങ്ങൾ ഗൾഫുകാർ ശ്രദ്ധിക്കണം, വളരെ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഒരു GCC കൺട്രീസിൽ ഒരു മാർക്കറ്റ്, ആ മാർക്കറ്റിൽ എല്ലാ ആളുകളും രാത്രിയിൽ എന്താക്കി ഉറക്കമൊഴിക്കുന്നു, പകലിൽ അവരെന്താക്കുന്നു, അവര് ഉറങ്ങുന്നു. എന്നും ഇതിങ്ങനെ തുടർന്നു. അവസാനം ഇവർ റിട്ടയർഡായി പോയതിനു ശേഷം ഏകദേശം 20 ആളുകൾ എടുത്തു നോക്കുമ്പോൾ 18ഓളം ആളുകൾക്ക് ക്യാൻസറാണ് വന്നത് എന്ന് അദ്ദേഹം നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ അതിനൊരു കാരണമുണ്ട്. വജഅൽനൽ ലൈല ലിബാസ വജഅൽനൻ നഹാറ മആശ. അല്ലാഹു വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, ഞാൻ നിങ്ങളെ രാത്രികളെ ഞാൻ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നു, പകലിനെ ഞാൻ മഈശത്തിന്റെ വഴിയാക്കി എന്നതാണ്. ചിലപ്പോഴൊക്കെ സാഹചര്യം കൊണ്ട് അങ്ങനെ ആകാം, അതുകൊണ്ട് അള്ളാഹു കാവല് തരും. പക്ഷെ നമ്മൾ സ്വമേധയാ അത് തിരഞ്ഞെടുക്കാൻ പാടില്ല. രാത്രികളിൽ ഒരുപാട് നേരം വാട്സപ്പ് നോക്കിയിരുന്ന് ഉറക്കമൊഴിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ഒരു പക്ഷേ ഭാവിയിൽ അള്ളാഹു വേറൊരു പിടുത്തമായിരിക്കും പിടിക്കുക എന്ന്. പ്രിയപ്പെട്ട ഭാര്യ അപ്പുറത്ത് കിടക്കവേ അവൾ ഉറങ്ങുവോളം വാട്സപ്പ്, അവൾ ഉറങ്ങിക്കഴിഞ്ഞാലും വാട്സപ്പ്. വളരെ ശാപത്തോട് കൂടിയിട്ട് എത്രയോ ഭർത്താക്കന്മാരെ ശപിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന ഭാര്യമാരുണ്ട്. അവരുടെ എണ്ണം ഇപ്പോൾ ഇവിടെ പരിമിതമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറയുന്നത്, വാട്സപ്പ് നോക്കിയിരുന്ന് രാത്രി 3 മണിക്കും ഓൺലൈനിലാണ് ഗൾഫിലുള്ള ആളുകൾ, അല്ലെങ്കിൽ 4 മണിക്കും ഓൺലൈനിലാണ് നമ്മുടെ ഗൾഫിലുള്ള സഹോദരന്മാർ. ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കുന്നത് പോലെ സത്യത്തിൽ നമ്മുടെ ഈ ആരോഗ്യത്തെയാണ് നമ്മൾ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ദീനീ വിഷയമല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ അതിന്റെ സയൻസ് പറയുന്നു, അഥവാ ഉറക്കത്തെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ പല രീതിയിലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് അതിന്റെ വിദഗ്ധന്മാർ നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തും. വേറെ റിസർച്ച് കൂടിയുണ്ട്, പറയാൻ മടിയുണ്ട്, പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അഥവാ ഗൾഫ് റിട്ടയർഡായ ആളുകൾക്ക് ആയുസ് കുറവാണ് എന്ന് റിസർച്ച് പുറത്തു വന്നിട്ടുണ്ട്. ലൈഫ് സ്റ്റൈലാണ് അവിടെ പ്രശ്നം എന്ന് കൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട്. എല്ലാവർക്കും ഒരേപോലെ വരണമെങ്കിൽ അങ്ങനെ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലേക്ക് മടങ്ങിയിട്ടുള്ള ഗൾഫുകാരങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ ഞാൻ പറയാൻ എനിക്ക് മടിയുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയാൻ, നമ്മളെ നാട്ടിലെ സാധാരണ കർഷകന്റെ ആയുസ് ഗൾഫുകാർക്ക് കിട്ടുന്നില്ല. നമ്മുടെ നാട്ടിലെ സാധാരണ അധ്യാപകന്റെ ആയുസ് ആളുകൾക്ക് കിട്ടുന്നില്ല. അവർക്കൊരു പ്രത്യേകതയുണ്ട്, വളരെ കറക്റ്റ് ആയിരിക്കും രണ്ട് കൂട്ടരും. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളത് ശാസ്ത്രീയപരമായി തെളിയിക്കപ്പെട്ടത് ഒന്ന് അധ്യാപകർക്കാണ്, മറ്റൊന്ന് കർഷകർക്കാണ്. അവരുടെ ജീവിതത്തിന് രണ്ടിനും പ്രത്യേകതയുണ്ട്. അതെന്താ? എപ്പോഴും സന്തോഷമായിരിക്കും. നല്ലൊരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ആരാ? APJ അബ്ദുൽ കലാം പ്രസിഡന്റ് ആയപ്പോ അദ്ദേഹത്തിന് അങ്ങനെ അഭിസംബോധന ചെയ്തപ്പോ ആദ്യത്തെ പ്രസംഗത്തിൽ APJ പറഞ്ഞ വാക്ക്, ഞാനൊരു അധ്യാപകനാണ്, എന്നെ അത് വിളിച്ചാൽ മതി എന്നാണ്. പ്രസിഡന്റ് ആയിട്ട് പോലും പറഞ്ഞത് അതിന്റെ മുകളിലാണ് എൻ്റെ ടീച്ചിങ് പെഡഗോഗി കിടക്കുന്നത് എന്ന്. അവിടെ ഇനി നമ്മൾ ബിസിനസ്സുകാരാകാം, നമ്മൾ പണ്ട് അധ്യാപകരായിരുന്നോ, മക്കളെ പഠിപ്പിക്കുന്നവരാണോ, നമ്മൾ എപ്പോഴും പറയേണ്ടത് ആ പേരായിരിക്കണം. ബിസിനസ്സിൽ പൈസ ഒക്കെ ഉണ്ടായിക്കോളി, ഞാൻ വലിയ ബിസിനസ്സുകാരനാണ് എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ല വാക്ക് ഇന്നി ബുഇസ്തു മുഅല്ലിമ, റസൂലുള്ളാഹിയുടെ വാക്കാണ്, ഞാനൊരു അധ്യാപകനായിട്ടാണ് നിയുക്തമായിട്ടുള്ളത് എന്നാണ്. അത് ആരെയും പഠിപ്പിക്കാം. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ചിന്ത എന്താ വരിക പറഞ്ഞാട്ടെ? സ്കൂളിലെ അധ്യാപകർ, കോളേജിലെ അധ്യാപകർ? നോ, ജീവിതത്തിൽ എല്ലാവർക്കും അധ്യാപകരാകാം, എല്ലാവർക്കും ആകാം. പക്ഷെ അവർ ആ ഫീൽഡ് ഒന്ന് തെളിയിക്കണമെന്ന് മാത്രം. അഥവാ നമ്മുടെ മുൻപിൽ ആർക്കൊക്കെ നമ്മൾ വിവരം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ, ആർക്കൊക്കെ ജീവിതത്തിന്റെ സന്ദേശം കൊടുക്കുന്നുണ്ടോ, അത് മുഴുവൻ അധ്യാപനമാണ്. ആ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ അള്ളാഹു ഒരു പക്ഷേ ഒരു സന്തോഷം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അധ്യാപകർക്ക് അങ്ങേയറ്റത്ത് സന്തോഷം തന്നെയാണ്. ഞാൻ അതായതുകൊണ്ട് പറയല്ല, ടെൻഷൻ കുറയും. കാരണം നമ്മുടെ മുമ്പിൽ എപ്പോഴും കാണുന്നത് ഫ്രഷ് മൈൻഡുള്ള കുട്ടികളെയാണ്, യാതൊരു കളങ്കവുമില്ലാത്ത മക്കളെയാണ്, ഒരുപാട് ഉയരണമെന്ന് മോഹിക്കുന്ന മക്കളെയാണ്. ഒരു ഡോക്ടർക്ക് പോലും ഇല്ലാത്ത ഭാഗ്യമാണ് ഒരു അധ്യാപകനുള്ളത്. ഡോക്ടർ എപ്പോഴും കാണുന്നത് ആരെയാണ്? നെഗറ്റീവ് ആളുകളെ മാത്രമാണ്. എല്ലാം ഉഷാറായ ഒരാൾ ഡോക്ടറെ അടുത്ത് പോകുന്നില്ലല്ലോ, എല്ലാം കേടായ ആൾക്കാരാ ചെല്ലുന്നേ. അങ്ങനെ വരുമ്പോൾ ഡോക്ടർക്ക് പോലും ഇല്ലാത്ത, ഒരു എഞ്ചിനീയർക്ക് പോലും ഇല്ലാത്ത ടെൻഷൻ ഫ്രീ ആയ ഒരു ലൈഫ് അവർക്കുണ്ട് എന്നതാണ്. ഞാനിത് ഊന്നി പറയാൻ കാരണം അധ്യാപകരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതേപോലെ ടെൻഷൻ ഫ്രീ ആയി ജീവിക്കാൻ നമുക്ക് പറ്റണം. നമ്മൾ വെറുതെ ടെൻഷനിലേക്ക് പോവാണ്.
വെറുതെ ടെൻഷൻ എടുത്തിട്ട് ഇതൊന്ന് ട്യൂൺ ചെയ്യാൻ പറ്റും, എൻ്റെ ശബ്ദം ഇങ്ങനെ വലിച്ചെടുക്കുന്നത് പോലെ തോന്നുന്നു, അത്ര ഒരു ഇതിന് തോന്നുന്നില്ല, എന്തെങ്കിലും ചെയ്താൽ മതി, എനിക്ക് മൈക്ക് കംപ്ലൈൻറ്റ് എന്നാണ് പരിപാടിയല്ല കേട്ടോ, ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്താൽ മതി. ചിലരൊക്കെ മൈക്ക് കംപ്ലൈൻ്റ് ആയിട്ട് ആകെ പ്രശ്നം. ഞാൻ നാളെ കൊല്ലത്തൊരു പരിപാടിക്ക് പോയി, വലിയൊരാളിനോട് പ്രസംഗം, ആദ്യത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം ഞാനും, ആളെ പറയുന്നില്ല, ആ മൈക്ക് 50,000 വാട്സാണ്, അതിൽ പ്രസംഗിച്ച എല്ലാവരും പ്രസംഗകരാവും. ആണല്ലേ? അപ്പോൾ ഈ സാധനമൊക്കെ ഒന്നാണ്ട് ഒഴിവാക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് ഇവിടെ ഈ ബോക്സിൻ്റെ അടുത്തേക്ക് വന്നിട്ടാണ്. എനിക്ക് അങ്ങനത്തെ ടെക്നിക്ക് കളിച്ചൊന്നും അറിയാം, അങ്ങോട്ട് പോകുമ്പോൾ ശബ്ദം വരുമെന്നറിയാം. ശരി, പറഞ്ഞു വരുന്നത് നമുക്കൊന്ന് ഫ്രീ ആവാം, പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഹെൽത്ത് അത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഭക്ഷണത്തിൻ്റെ ക്രമീകരണം നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ പറയാം, ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ശ്രമിച്ചു നോക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസം നിൽക്കുമ്പോൾ എന്താ പാടെന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് നല്ലത്. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു, അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. 1,00,000 ദിർഹമാണ് ആയിഷ ബീവിക്ക് അന്ന് ഒരു കൊല്ലത്തേക്കുള്ള വേതനമായിട്ട് കൊടുത്തത്. നിങ്ങൾ ശരിക്കും പഠിക്കണം. എത്ര? 1,00,000 ദിർഹം. ഇന്ന് തന്നെ 1,00,000 ദിർഹം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാലോ. 1,00,000 ദിർഹമാണ് അന്ന് 14 നൂറ്റാണ്ട് മുമ്പ് ഉമർ റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവിക്ക് ഒരു വർഷത്തേക്കുള്ളത് കൊടുത്തത്. ആയിഷ ബീവി അതൊരു ഒറ്റ ദിവസം തന്നെ പാവങ്ങൾക്ക് കൊടുത്തു തീർത്തു എന്നുള്ളത് വേറൊരു വിഷയം. ഒറ്റ ദിവസം കൊണ്ട് തന്നെ കൊടുത്തു തീർത്ത 1,00,000 ദിർഹം. അത്ര കൊടുക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നൊരു കാലം പണ്ടായിരുന്നെങ്കിൽ കുറച്ച് പട്ടിണി നമുക്ക് പറയാം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലം എ സിംഗിൾ സ്പിരിച്വൽ ഡൊമിനിയൻ ആൻഡ് 20 ഫിസിക്കൽ കിങ്ഡംസ്, 20 ഭൗതിക രാജ്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ആത്മീയ ലോകമായി ഭരിച്ച ചക്രവർത്തി എന്ന് ഓറിയന്റലിസ്റ്റുകൾ പോലും എഴുതി വെച്ചിട്ടുള്ള ഉമർ റളിയല്ലാഹു തആല അൻഹു 2 മാസം കൂടുമ്പോൾ ഒരു ദിവസമായിരുന്നു ഇറച്ചി കഴിച്ചിരുന്നത്. 2 മാസം കൂടുമ്പോൾ ഒരു ദിവസം. നമ്മൾ വെസ്റ്റ് ആഫ്രിക്കയിൽ ഒരു വലിയ ഇസ്ലാമിക് കോൺഫറൻസിന് പോയപ്പോൾ 41 രാജ്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള കോൺഫറൻസ്. ആ കോൺഫറൻസിൽ ഇങ്ങനെ എല്ലാവരും കൂടി അപ്പൊ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു താത്വികനായ ഒരു മനുഷ്യൻ, ഞാൻ അങ്ങനത്തെ സാത്വികന്മാരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചെരുപ്പ് കൊണ്ടേ കൊടുത്താൽ അവിടെ തന്നെ വെക്കാൻ പറയും, എടുക്കണ്ടെന്ന്. ഒതു കൊടുക്കാൻ, വെള്ളം എടുത്ത് കൊടുക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരാളാണ്. ഏതായിരുന്നാലും മൂപ്പരോട് അന്നിങ്ങനെ ഭക്ഷണം ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ്. അപ്പൊ സൗത്ത് ആഫ്രിക്കക്കാരാണ് അന്ന് ഫുഡ്, അവരുടെ വകയാണ് ഫുഡ്. സൗത്ത് ആഫ്രിക്കക്കാർ കുറച്ച് സമ്പന്നരാണ്. അവരെ വക ഫുഡ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആട്, കോഴി, അത് ഇതെല്ലാം കൂടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് പിന്നെ എന്നോട് പറഞ്ഞു, നിങ്ങളൊന്ന് പറയോ പിന്നെ മൂപ്പരോട് കുറച്ച് കൂടുതൽ കഴിക്കാനെന്ന് വെച്ചു. ഇവർക്ക് ഭാഷ, അദ്ദേഹം വേറെ ഭാഷ, ഇവർ ഇംഗ്ലീഷ് ഭാഷ, അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, പിന്നെ ഇങ്ങനെ ഈ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഇതെനിക്കുള്ളതാണ്, അതൊക്കെ മറ്റാരുടേതോ ആണ്. അദ്ദേഹം ആകെ കഴിച്ചത് 2 ചപ്പാത്തി. ഭയങ്കര ഇതാണ്, നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആളൊക്കെ തന്നെയാണ് കണ്ടാല്. ബട്ട് ചപ്പാത്തിയും ഒരു ദാൽ കറിയും. എന്നിട്ട് പറഞ്ഞ വാക്ക്, ഇതെനിക്കുള്ളതാണ്, ഈ ഇരിക്കുന്നത് ലോകത്തിലെ മറ്റാരുടേതൊക്കെയാണ്. ഇറ്റ് ഇസ് ഫുൾ. ഈ ഇരിക്കുന്നത് ലോകത്തിലെ മറ്റാരുടേതൊക്കെയാണ്. ഞാൻ ഫിലോസഫി പറയല്ലേ, നമുക്കൊരു പക്ഷേ കുറച്ചൊക്കെ പാലിക്കാൻ പറ്റുമല്ലോ. നമ്മുടെ ഭക്ഷണത്തിനെ ക്രമീകരിച്ചേ പറ്റൂ, ഭക്ഷണ രീതികളെ ക്രമീകരിച്ചേ പറ്റൂ. നമ്മൾ തോന്നുന്ന സമയത്ത് തോന്നുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുക. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഈ അസുഖം വരാനുള്ള കാരണങ്ങൾ 4 എണ്ണുമ്പോൾ അതിൽ ഒന്നായി എണ്ണുന്ന കാര്യം ഏതെന്നറിയുമോ നിങ്ങൾക്ക്? രാത്രി വൈകി ഭക്ഷണം കഴിക്കലും ഉടനെ തന്നെ വിശ്രമിക്കലുമാണ് അവർ പറയുന്ന ഒരു കാരണം. ഉത്തരേന്ത്യക്കാർക്ക് അത്രമാത്രം ഈ അസുഖമില്ല. എന്തുകൊണ്ടാണ് കാരണം? അവർ മഗ്‌രിബിന്റെ സമയത്ത് ഭക്ഷണം കഴിക്കും, കിടന്നുറങ്ങൽ 9 മണിക്കാണ്. നമ്മൾ എന്താ ചെയ്യുക? ഭക്ഷണം കഴിക്കും, കിടന്നുറങ്ങും. അപ്പൊ നമ്മൾ പറയും നമ്മളെ ജോലിയാണ്, കാരണമാണ്, റൂമിലെത്തേണ്ട കാര്യങ്ങളല്ലേ. എന്തെങ്കിലും ചെയ്തിട്ട് നമ്മുടെ ഭക്ഷണത്തിന്റെ ക്രമീകരണം നടത്തിയേ പറ്റൂ. ഹെൽത്ത് വൈസ് നമുക്ക് നമ്മുടെ ജീവിതത്തെ തിരഞ്ഞെടുക്കണം. എന്റെ ഹെൽത്ത് വൈസ് ഞാൻ എവിടെ എത്തണം എന്നത്. പിന്നെ ബാക്കി അല്ലാഹ് എന്ത് തീരുമാനിക്കുന്നത് അള്ളാഹു തീരുമാനിക്കട്ടെ. പക്ഷെ നമ്മളായിട്ട് എന്താക്കണ്ട, ലാ തുൽക്കി അഹ്ലീകും ഇല തഹ്ലുക, നിങ്ങൾ നിങ്ങളെ സ്വയം നാശത്തിലേക്ക് വലിച്ചഴക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ സ്വന്തത്തിലേക്ക് വലിച്ചഴക്കരുത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ആർക്കും പേടിയൊന്നും വേണ്ട. കാരണം ആർക്കെങ്കിലും ചിലപ്പോ ബ്ലഡ് പോകുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പച്ചയായിട്ട് പറയാണ്,
അവര് വേഗം തന്നെ കൊളോണോസ്കോപ്പി എന്ന് പറയുന്ന ഇതുണ്ട്, അത് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം അത് അറിയാൻ പറ്റുമെന്നാണ് ശാസ്ത്രം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ ഇതൊക്കെ മാറുന്ന അസുഖമാണ്. ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജിൽ അറിയാൻ പറ്റിയാൽ മാറുന്നതാണ് എന്ന് പറയുന്നു. ചിലപ്പോ ആർക്കെങ്കിലൊക്കെ അത് കടന്നു വരുന്നെങ്കിൽ വരട്ടെ, അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. നമ്മൾ വഴിയായി നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കേണ്ടതില്ല. അപ്പൊ ഹെൽത്ത് വൈസ് നമ്മളെ തിരഞ്ഞെടുക്കണം. ഡെയിലി നമ്മൾ എക്സസൈസ് ചെയ്യുക, നമ്മൾ നടക്കുക, നമ്മൾ ഓടുക, എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക. ഹെൽത്ത് എന്ന് പറയുന്നതിൽ ശ്രദ്ധിച്ചേ പറ്റൂ. അത് ശ്രദ്ധിക്കാതെ നമ്മൾ നമ്മുടെ ഭക്ഷണത്തെ എന്തോ ആക്കി, നമ്മുടെ ശരീരത്തെ എന്തോ ആക്കി. എല്ലാവരും ഫാറ്റിയാണ്, സംസാരിക്കുന്ന ഞാനടക്കം. പക്ഷെ ഫാറ്റി ആണെങ്കിൽ പോലും നമ്മൾ എക്സസൈസ് ചെയ്യണം. നമ്മൾ എക്സസൈസ് ചെയ്യണം പറ്റുന്ന അത്ര. അതിനാ നേരത്തെ ഒരു എക്സസൈസ് കാണിച്ചെന്നേ, വേണമെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ചെയ്തോളി. ഡോക്ടേഴ്സ് പറയുന്ന എക്സസൈസാണ്. ഇനി എക്സസൈസ് എന്ന് പറഞ്ഞാൽ പ്രയാസവും നിൽക്കില്ലേ. എന്നാ ബോൾ എറിയുന്ന പോലെ അവിടെ ഇരുന്നിട്ട് ചെയ്താൽ മതി. ഭയങ്കര സ്ട്രോങ്ങില്, മറ്റേനേക്കാളും സ്ട്രോങ് ആയത്. സ്ട്രോങ്ങിലാക്കിക്കോ. എന്ത് രസമുണ്ട് കാണാൻ, എല്ലാവരുടെ കൈ ഇങ്ങനെ പോകുമ്പോ. ഇതൊക്കെയാണ് ക്യാമറയിൽ എടുക്കേണ്ടത്. നേരത്തെ മറ്റാളാ വെറുതെ. ഒന്നും കൂടി സ്ട്രോങ്ങിലായിക്കോ. പോരാ പോരാ പോരാ, പന്തെറിയുന്ന മാതിരി ഭയങ്കര ശക്തിയില് കയ്യൊക്കെ സ്ട്രോങ് ആവണം. പന്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സ്ട്രോങ്ങിൽ അങ്ങോട്ട് എറിയില്ലേ, ആ ഒരു ഏറ് ഭയങ്കര സ്ട്രോങ്ങിൽ. കൈയൊക്കെ ടൈറ്റ് ആക്കണമെന്ന്, വെറുതെ എങ്ങനെ ആക്കരുത്, ടൈറ്റ് ആക്കണം. കൈ രണ്ടെണ്ണം മടക്കി പിടിച്ച് ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ എറിഞ്ഞോ, ഭയങ്കര ശക്തിയായിട്ട്. ജാഫറൊക്കെ ചുളിവിലാ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. 1 മിനിറ്റ് ചെയ്താൽ മതി, 1/2 മിനിറ്റ് ആയിട്ടുള്ളൂ. ആക്കിക്കോ, വേഗം ആക്കിക്കോ. സ്ട്രോങ് സ്ട്രോങ് സ്ട്രോങ്. പന്തറിന പോലെ ആക്കുക. ഇത് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന എക്സസൈസ് ആണ്. ഇത് രണ്ടും, നേരത്തെ കണ്ടതും ഇതും. തൽക്കാലം നിർത്തിക്കോളി, കാണാൻ നല്ല രസമുണ്ട്. കയ്യല്ലായിരുന്നു ഇങ്ങനെ ഒറ്റടിക്ക് പോവല്ലേ. സി എങ്ങനെയുണ്ട് സാറല്ലേ? ഇത് നമുക്ക് ഇരുന്നോടത്ത് ചെയ്തൂടെ? അതിനിപ്പോ ഓടണോ, അതിന് ചാടണോ, അതിനൊരു കിലോമീറ്റർ നടക്കണോ? ഇനി വേറെ കാര്യം കൂടി പറഞ്ഞുതരാം. ഇത് സന്തോഷത്തോട് കൂടിയിട്ട് ചെയ്യണം. ഇതെന്താക്കണം? സന്തോഷത്തോട് കൂടിയിട്ട് ചെയ്യണം. കാരണം ടെൻഷനോട് കൂടിയിട്ട് ഒരു എക്സസൈസ് ചെയ്താൽ അത് കാരണത്താൽ ചിലപ്പോൾ അറ്റാക്ക് വരും. അത് കാരണത്താൽ എന്താവും? നമുക്ക് തീരെ നടക്കാൻ ഇഷ്ടമില്ല ഞാൻ വിചാരിച്ചോളി. അങ്ങനെ ഡോക്ടർ പറഞ്ഞു എന്നും എന്താക്കണം, 2 കിലോമീറ്റർ നടക്കണം. പണ്ടാറടക്കാനെന്നൊക്കെ പറഞ്ഞാണ്ട് നടക്കൽ തുടങ്ങിയാൽ ചിലപ്പോൾ ആ നടത്തത്തിന്റെ അടിയിൽ എന്ത് വരും? കാരണം ഞാൻ പഠിച്ചതാണ് സൈക്കോളജിയിൽ, മെന്റൽ സ്ട്രെസ് വന്നുകൊണ്ട് എന്താക്കാൻ പാടില്ല, നമ്മളൊന്നും ചെയ്യരുത്. മെന്റൽ സ്ട്രെസ് ഏറ്റവും പ്രശ്നം. കേരളത്തിലൊരു അറിയപ്പെടുന്ന ഒരു പ്രസംഗം, ഭയങ്കര തമാശക്കാരനാണ്. ഒരിക്കൽ ഞാനും അദ്ദേഹവും നമ്മളെ വേറൊരു MLA സാഹിബും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൂപ്പർക്ക് നല്ല പ്രമേഹമുണ്ട്. അപ്പൊ പ്രമേഹം ഉണ്ടായപ്പോൾ ബിരിയാണിയാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ബിരിയാണി ഇങ്ങനെ കഴിക്കേണ്ട മൂപ്പർ ഉഷാറായിട്ട് ഇരുന്നിട്ട്, ഭയങ്കര തമാശക്കാരനാണ്. അപ്പോ ഈ MLA അദ്ദേഹത്തോട് ചോദിച്ചു, പിന്നെ അല്ല പോയി നിനക്കല്ലേ ഈ പ്രമേഹം ഉണ്ട് എന്ന് പറഞ്ഞ വെറുതെ എത്തിനാ ഈ ഭക്ഷണമൊക്കെ പാടെ എങ്ങനെ ഇരുന്ന് കഴിക്കണമെന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പര കയ്യൊക്കെ കണ്ട് ചുറ്റിയിട്ട് പറഞ്ഞു, ഞാനേ ഡോക്ടറോട് ചോദിച്ചത് എങ്ങനെ ഈ പ്രമേഹം ഉണ്ടാവണം. 2 പ്രധാനപ്പെട്ട കാരണം. ഒന്ന് അമിതമായ ഭക്ഷണക്രമീകരണം ഇല്ലായ്മ, മധുരം, അതൊക്കെ പാടെ. മറ്റൊന്നെന്താണ്? ടെൻഷൻ. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ടെൻഷൻ വന്നാലാണോ ഭക്ഷണം കഴിച്ചാലാണോ അത് കൂടുക? ഡോക്ടർ പറഞ്ഞ് ടെൻഷൻ സൂചിച്ചിട്ട് കയറുന്നാണ്, ഭക്ഷണമൊന്നും അതിന്റെ അടുത്തേക്ക് എത്തൂല, ടെൻഷനാണ് വേഗം കയറാന്നാണ്. അപ്പൊ എന്നിട്ട് മൂപ്പര് പറയാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ ബിരിയാണി കഴിക്കുന്നത്. എനിക്ക് ബിരിയാണി ഒഴിവാക്കാരനെ ഭയങ്കര ടെൻഷൻ. ഈ ബിരിയാണി ഒഴിവാക്കാരനാൽ എന്താണ്? പിന്നെ ആ ടെൻഷൻ ഉണ്ടായിക്കൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് കഴിക്കാതിരിക്കണേനേക്കാൾ നല്ലത് ഇതിന്റെ ആ പ്രമേഹം കുറക്കാനാണ് ഞാൻ ഇപ്പോൾ ഇത് കഴിക്കണമെന്നാണ്. സി, അതൊരു തമാശയാണെങ്കിൽ പോലും ദാറ്റ്സ് എ ഫിലോസഫി. അതിലൊരു ഫിലോസഫി അടങ്ങി. അപ്പോൾ ടെൻഷനോട് കൂടി നമ്മൾ ചെയ്യരുത്. ഈ എക്സസൈസ് പറഞ്ഞാൽ സന്തോഷത്തോട് കൂടി ചെയ്യണം, സന്തോഷത്തോടെ. ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളെല്ലാവരും ഇപ്പോഴത്തെ ഈ എനർജിയിൽ, ഇതൊരു എനർജിയാണ്. നമുക്ക് എനർജി പെട്ടെന്നുണ്ടാവും. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളാണ്. ഇത് മാസമായതുകൊണ്ട് ഞാൻ ചിലതൊന്നും ചെയ്യിപ്പിക്കാത്ത. സി, നിങ്ങളെല്ലാവരും അവിടെ ഇരുന്നുങ്ങാണ്ട് പിന്നെ അടുത്തുള്ള ആളെ തലയിൽ വെറുതെ ഇങ്ങനെ ഒന്ന് കൈ വെച്ച് നോക്കിയാട്ടെ. എല്ലാവരും തലയ്ക്കും. അങ്ങനല്ല, തല അങ്ങനെ വെക്കരുത്, തട്ടരുത്, തട്ടാതെ വെച്ച് നോക്ക്. അവിടെ ഒരു ചൂട് ഇപ്പൊ കാണും.
ആ തൊപ്പിയൊക്കെ വേണമെങ്കിൽ ഒന്ന് തൽക്കാലത്തേക്കൊന്നും ഒഴിവാക്കണം കേട്ടോ. അടുത്ത് വെച്ചോക്കി ഒരു ചൂടിപ്പോ കാണും. അതിന്റെ ഉള്ളനടി, കയ്യന്റെ ഉള്ളനടി ഇങ്ങനെ വെച്ചോക്ക്. ഉണ്ടായില്ലേ? നല്ലായില്ലേ? അതാ പറഞ്ഞു. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എനർജി മൊത്തത്തിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു സാധനമല്ല, അത് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ചിട്ടയായി കൊണ്ടുവരണം. നമ്മുടെ ജീവിതത്തിന്റെ ചിട്ടയായി കൊണ്ടുവരണം. എത്ര നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയും, നിങ്ങൾ ഈ 2 എക്സസൈസ് മാത്രം ഒരു 5 മിനിറ്റ് എടുത്താൽ മതി. 2 മിനിറ്റ് കയ്യടിയും 3 മിനിറ്റ് ബോളറിയലും. അതോടുകൂടി എന്തായി? അത്യാവശ്യം അന്ന് വേണ്ട ഫുൾ എനർജി നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? പുറത്തേക്ക് കളഞ്ഞിട്ട് പുതിയ എനർജി ഉള്ളിലേക്ക് വരും. ഇതിങ്ങനെ ഉള്ളിൽ കിടക്കുമ്പോഴാണ് നമുക്ക് ഫിസിക്കൽ എന്ന് പറയുന്നത് നമ്മൾ എന്താകുന്നത്? താഴോട്ട് പോണേ. രണ്ടാമത്തെ പാർട്ട്, രണ്ടാമത്തെ ഏറ്റവും ചെറുതാണ്. രണ്ടാമത്തെ പാർട്ട് നമ്മുടെ ഫാമിലിയാണ്. അതിലേക്ക് ഞാൻ അധികം പോകുന്നില്ല, ഒരുപാട് പ്രസംഗങ്ങൾ നടന്നതുകൊണ്ട്. ഫാമിലിയെ ഇതേപോലെ വളർത്തിക്കൊണ്ടിരുന്ന നമ്മുടെ ശരീരത്തെ എങ്ങനെ നോക്കുന്നുണ്ടോ അതേപോലെ ഫാമിലിയെ വളർത്തണം. നമ്മൾ സോഷ്യൽ വർക്കേഴ്സ് ആണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വർക്കേഴ്സ് ആണ് എന്നൊന്നും പറഞ്ഞിട്ട് ഫാമിലിയെ താഴോട്ട് കൊണ്ടുപോകരുത്. ഫാമിലി നമുക്കൊപ്പം വളരണം. എത്രയോ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. ആ സോഷ്യൽ വർക്കേഴ്സ് ആയ ആളുകൾ അവർ മക്കളെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മക്കൾ ഇങ്ങനെ എന്താകുന്നുണ്ട്? പോകുന്നു. നിങ്ങളിപ്പോ പല ആൾക്കാരും ബിസിനസ്സുകാരും വലിയ വലിയ ആൾക്കാരുണ്ടാവും. നിങ്ങളുടെ മക്കൾക്ക് A+ കിട്ടുന്നതിനേക്കാൾ ഞാൻ കണ്ടിട്ടുള്ളത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ മക്കൾക്കാണ് ഇത് കിട്ടുന്നത്. എന്തുകൊണ്ട്? കെയറിങ്. നമ്മൾ കുറെ പൈസ ഉണ്ടാക്കലല്ല മക്കളെ കെയറിങ്. നമ്മൾ കുറെ അതിനുവേണ്ടി ഓടലല്ല മക്കളെ കെയറിങ്. നമ്മൾ അവർക്ക് ഇപ്പം സമയം കൊടുക്കില്ല. ഓട്ടോറിക്ഷ ഡ്രൈവർ ചിലപ്പം 10 മണിക്ക് വന്നിട്ട് അരമണിക്കൂറെങ്കിലും കുട്ടികൾ ഉറങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരുടെ കൂടെ ഒന്നുണ്ടാവും. അല്ലെങ്കിൽ പോണേന്റെ മുമ്പേ അച്ഛൻ്റെ അല്ലെങ്കിൽ ഈ ഉപ്പന്റെ എല്ലാ സങ്കടങ്ങളും ഈ കുട്ടികൾ അറിയുന്നു. അത് വെച്ചിട്ട് കുട്ടികൾ പഠിക്കും. ഞാൻ കണ്ടിട്ടുള്ള ഇപ്പൊ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് പാവപ്പെട്ട മക്കളാണ്. പാവം കുട്ടികൾ. പൈസക്കാരെ മക്കളൊക്കെ ടാബിലും എല്ലാവരും ആപ്പിളിന്റെ മൊബൈലിലും അവസാനം വരെ എവിടെ എത്താന്നറിയില്ല. ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്? നമ്മളെ വീട്ടിലെ സംസ്കാരങ്ങൾ മാറി. പ്രിയപ്പെട്ട സഹോദരിമാർക്കും കൂടി വേണ്ടിയിട്ട് പറയാം, നമ്മളെ വീട്ടില് 3 കാര്യം നമ്മൾ കാര്യമായിട്ട് കാണുക. ഒന്നെന്താ? ഏറ്റവും പ്രധാനമായിട്ട് കാണല് ഒന്ന് അടുക്കള. നമ്മളിപ്പോ ഈ അടുത്തൊരു കുടിയിരിക്കലിന് പോയി, ഇന്നാളത്തെന്ന് പറയുന്നില്ല, 16,000 സ്ക്വയർ ഫീറ്റ് വീട്, 50 ലക്ഷം റുപ്യക്കാണ് അത്ര കിച്ചൺ മാത്രം ഇത് കൊടുത്തത്. കിച്ചൺ മാത്രം. അപ്പൊ ഏതായിരുന്നാലും പോട്ടെ. അപ്പൊ 50 ലക്ഷം റുപ്യക്ക് അല്ലെങ്കിൽ 10 ലക്ഷം റുപ്യക്ക് ചുരുങ്ങിയത് 5 ലക്ഷം റുപ്യക്കൊക്കെ കിച്ചൺ മാത്രം കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക്, നമ്മുടെ അടുക്കള കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അതിന്റെ കൾച്ചർ എന്താ? സിംബോളിക്. ഞാൻ പറഞ്ഞു, വീട് വലുതാക്കാം, പക്ഷെ അതിനേക്കാൾ വലുത്